കൊടൈക്കനാൽ വിട്ടാലോ? അപ്പൊ ദേ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ദേ നമ്മുടെ തണുത്തുറഞ്ഞ കൊടൈക്കനാലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഫാമിലി ട്രിപ്പാണ് ഇനിയുള്ള വീഡിയോസ് മുഴുവൻ. അപ്പോൾ പാർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ശനിയാഴ്ചയോട് കൂടിയാണ് നമ്മൾ കൊടൈക്കനാലിൽ എത്തിയത്. ഏകദേശം 3 ദിവസം ട്രിപ്പായിരുന്നു. അപ്പോൾ ആദ്യത്തെ കാഴ്ച നമ്മുടെ വെള്ളച്ചാട്ടം തന്നെ. അപ്പോൾ അടിപൊളി ഒരു വെള്ളച്ചാട്ടം. വെള്ളത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അത്രയ്ക്ക് അങ്ങോട്ട് ഫോഴ്സ് ഉണ്ടായില്ല. അപ്പോൾ വെള്ളച്ചാട്ടം കൊണ്ട് നമ്മൾ നമ്മുടെ കൊടൈക്കനാൽ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് നേരെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ അപ്പർ ലേക്ക് വ്യൂ ആണ് കണ്ടത് കേട്ടോ. ഇതൊന്നുമില്ല, നമ്മുടെ കൊടൈക്കനാലിലെ ലേക്കിൻ്റെ ടോപ്പിൽ വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ അത് അത്ര ഉള്ളു കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമ്മൾ കണ്ട് നേരെ വിട്ട് നമ്മുടെ സൂയിസൈഡ് പോയിന്റിലേക്കാണ്. അപ്പോൾ സൂയിസൈഡ് പോയിന്റ് നമ്മളിപ്പോൾ ഗ്രീൻ വാലി എന്നുള്ള നെയിമിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ സൂയിസൈഡ് പോയിന്റിലേക്ക് കയറുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാം, ഒരുപാട് ഐറ്റംസ്. വില എന്ന് പറഞ്ഞാൽ അന്യായ വിലയാണ്. പിന്നെ ഇത് കാണാനുള്ളതാണ് ഈ കാഴ്ച. അപ്പോൾ ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഡിസംബറിൽ നോക്കി തന്നെ പോയത് കേട്ടോ. സംഭവം കൊക്കൊന്നും കാണില്ലെങ്കിലും ഈ മഞ്ഞ് ഇങ്ങനെ വിരിച്ച് കിടക്കണം കാണാനായിട്ട് ഭയങ്കര ലുക്കാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എല്ലാവിടെയും ഇതന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മടുപ്പ് തോന്നി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ കണ്ടതാണ് ഇതേപോലത്തെ ഐറ്റംസൊക്കെയാണ് അവിടെ കൊടുക്കാൻ വെച്ചേക്കണേ. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ അടുത്തത് വിട്ട് നമ്മുടെ പില്ലർ റോക്കിലേക്കാണ്. അപ്പോൾ പില്ലർ റോക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി റോക്കൊന്ന് ചെറുതായൊന്നും. ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് വീണ്ടും അവിടെ ചെല്ലണത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും മഞ്ഞ് തന്നെ. അടുത്ത് നമ്മുടെ ഗുണ പോയിന്റ്. ഇപ്പോൾ മഞ്ഞുമ്മൽ സിനിമ ഇറങ്ങിയതിന് ശേഷം കാണണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഗുണ പോയിന്റ്. അങ്ങനെ അതും കവർ ചെയ്ത് ഗുണ പോയിന്റ് ചെന്നപ്പോഴാണ് അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ. നല്ല അടിപൊളി തിരക്ക്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ഗ്യാപ്പ് ഉണ്ടാക്കി കുറച്ച് സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇത് തന്നെ കാഴ്ച, മഞ്ഞ് തന്നെ. കൊക്ക നമുക്ക് കാണാനേ ഇല്ല. അപ്പോൾ ഈ നോക്കി നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ നമ്മുടെ ലെവനെ നോക്കിക്കാണ്. ഒന്നുമില്ല, ലെവൻ ഒരു പെൺകുട്ടിയുടെ പേഴ്സ് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവനത് മുകളിൽ കൊണ്ടുവച്ച് അതിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കണം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം അവൻ മൊബൈൽ എറിഞ്ഞു കൊടുത്തു, പിന്നെ ഗ്ലാസ് എറിഞ്ഞു കൊടുത്തു. സംഭവം രസമായിരുന്നു. പെങ്കുച്ചിൻ്റെ ആദ്യത്തെ ഒരു പുതിയ പേഴ്സായിരുന്നു, അത് പോയി കിട്ടി. അങ്ങനെ ഗുണ കേവും കണ്ട് ഞങ്ങൾ നേരെ വിട്ടത് പിന്നെ നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയത് ക്യാരറ്റ് തിന്നാനാണ്. അപ്പോൾ 10 വർഷം മുമ്പ് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ക്യാരറ്റ് ഐറ്റംസൊക്കെ കൂടെ കിട്ടി. പക്ഷെ ഇത്തവണ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഏകദേശം പൈൻ ഫോറസ്റ്റിനും കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം സന്ധ്യ കഴിഞ്ഞു കിട്ടാം. പക്ഷെ 5 മണിയോട് കൂടി നമ്മളിത് ലേക്കിലെത്തി പനിയായ തണുപ്പ്, 8 ഡിഗ്രി ടെമ്പറേച്ചറായി നമ്മളവിടെ എത്തുമ്പോൾ. അങ്ങനെ ലേക്കിൽ ചെന്ന് നമ്മളിത് ഒരു വഞ്ചി സവാരി നടത്തി. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ തുഴയാനുള്ള വഞ്ചിയായിട്ട് പോയേ. അപ്പോൾ ഞങ്ങൾ 6 പേരും കൂടെ ഒരു വഞ്ചി കയറി അങ്ങനെ ലേക്ക് സവാരി നടത്തി. തണുപ്പ് ലേക്കിൽ വെള്ളമൊക്കെ ഐസ് എന്ന് കേട്ടാൽ കിടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കോട്ടൊന്നും ഇട്ടുണ്ടായില്ല. ലേക്കിലെത്തിയപ്പോഴേക്കും തണുപ്പ് കൂടിയപ്പോൾ എല്ലാവരും ജാക്കറ്റും കാറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കിലൊന്ന് കയറണം. അപ്പോൾ വഞ്ചിയിൽ കയറിയപ്പോൾ ഇച്ച് എൻ്റെ കയ്യിലായിരുന്നു. ഇച്ച് കറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നേരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗാർഡനിൽ കയറി. ഗാർഡനിൽ പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം ടിക്കറ്റ് എടുത്ത കാശ് പോയി. അപ്പോൾ പാർട്ട് 2 അടുത്ത് കാണാം.